ഒരാളെ അങ്ങോട്ട് വെറുക്കും മുന്നേ അവരെ മനസ്സിലാക്കാൻ എത്ര പേർക്ക് പറ്റും? കൊള്ളാലോ. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ അവരാണ് വെർഗോ. ബാക്കിയുള്ളവര് മിസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇത് നോട്ടീസ് ചെയ്യും. സംസാരിക്കുന്നതിന് മുന്നേ ചിന്തിക്കും. റെസ്പോൺസിബിൾ ആണ്, ആൾക്കാരെ സഹായിക്കാൻ ഇഷ്ടമാണ്, വിശ്വസിക്കാൻ കൊള്ളാം. പുറത്തുനിന്ന് നമ്മളൊക്കെ അവരെ നോക്കുമ്പോൾ അവർ ഭയങ്കര കാമായിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. പക്ഷെ അകത്തൊരു കടല് പോലെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓവർ തിങ്കിങ്. ഹാർഡ് വർക്കിംഗും ആണ്, പെർഫെക്ഷനിസ്റ്റും ആണ്. ഇമോഷണലി സെൻസിറ്റീവ് ആണ്, സമാധാനപ്രിയരാണ്. അതുകൊണ്ട് ഡ്രാമ താല്പര്യമില്ല. അവരുടെ സ്ട്രെങ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജന്റും ആണ്, അനലിറ്റിക്കലും ആണ്. കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡിസിപ്ലിൻ ഉള്ളവരാണ്. പ്രാക്ടിക്കലാണ്, പ്രോബ്ലം സോൾവേഴ്സും ആണ്. അതായത് കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ, എല്ലാവരും പാനിക് ആയിട്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രം ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങും. അതാണ് വെർഗോ. ഒന്നും അങ്ങനെ വാക്കിൽ പറഞ്ഞ് നിർത്താണ്ട് അവരുടെ ആക്ഷൻസിലെല്ലാം വിസിബിൾ ആണ്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും വിശ്വസിക്കാൻ കൊള്ളാം, പറ്റിക്കത്തില്ല. സ്നേഹത്തെക്കാളും അറ്റൻഷനേക്കാളും ഇവർക്ക് വേണ്ടത് സമാധാനമാണ്. അതുകൊണ്ട് എല്ലാവരോടും ഇവർ കയറി ക്ലോസ് ആവത്തില്ല. റൈറ്റിംഗ്, ഹീലിംഗ്, സൈക്കോളജി, അനാലിസിസ്, ഡിസൈനിങ്, ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയും ഇന്റലിജൻസും ഒരുപോലെ വേണ്ട മേഖലകളാണ് ഇവരുടെ ഫീൽഡ്. ഒരു ചെറിയ വേർഡ് പോലും അവരുടെ തലയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് റെസ്റ്റ് കിട്ടാത്തത് ബോഡി ടയേർഡ് ആയതുകൊണ്ടല്ല, മൈൻഡ് ടയേർഡ് ആയതുകൊണ്ടാണ്. ആളുകളെ ഇവര് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യില്ല. ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സൈലന്റ് രീതിയുണ്ട്. അതായത് ഒരാള് ചെറിയ കാര്യങ്ങളിൽ പോലും എന്തോരം കൺസിസ്റ്റന്റ് ആണെന്ന് ഇവർ നോക്കും. ഇതൊരു ടെസ്റ്റ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവരിപ്പോ ഒരാളോട് ഒരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൊല്യൂഷൻസ് അല്ല വേണ്ടത്. അവർ ഓൾറെഡി കുറച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അവരുടെ തോട്ട്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കുന്നത്. സ്പോട്ട് ലൈറ്റിൽ നിൽക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അവരിടുന്ന എഫേർട്ട് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ഒരിക്കലും മറക്കത്തില്ല. അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ഉള്ള ആളുകളെ ഇവർ പെട്ടെന്ന് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിൽ അങ്ങോട്ട് നിർത്തും. ആൾക്കാരോട് സഹായം ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തലയിൽ എടുത്തു വെച്ച് കഷ്ടപ്പെടാറുണ്ട്. ഒരു കാര്യം വന്ന ഒരാളിൽ നിന്ന് പെട്ടെന്ന് അകന്നു പോകത്തൊന്നുമില്ല. അവര് പല അവസരങ്ങൾ കൊടുക്കും. എന്നിട്ടൊന്നും ശരിയായില്ലെങ്കിൽ ക്വയറ്റ്ലി ഡിസപ്പിയർ ആവും. അവനവനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സ്വഭാവം കുറച്ചൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുറ്റം കുറവൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വല്ല പണിയും വേണ്ടേ.